ഒന്നാമത്തെ ചോദ്യം 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹിയാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയമാണ്, അതായത് മേറ്റി, ഈ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം നിർമ്മിത ബുദ്ധി അഥവാ AI രംഗത്ത് ഇന്ത്യ കൈവരിച്ച മുന്നേറ്റങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ്. നമ്മുടെ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രി അശ്വിനി വൈഷ്ണവാണ്. അടുത്ത ചോദ്യം 2026-27 കേരള സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വിഴിഞ്ഞം തുറമുഖത്തുനിന്നും ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? അതാണ് റെയർ എർത്ത് കോറിഡോർ. ഈ ബജറ്റിലെ മറ്റു ചില പ്രധാന പ്രഖ്യാപനങ്ങൾ കൂടി നോക്കാം. വയോജനക്ഷേമത്തിനായി ഒരു എൽഡേർലി ബജറ്റ് ഉണ്ട്. പിന്നെ ഭൗതിക വെല്ലുവിളിയുള്ളവർക്കായി അൺബീഡ് എന്നൊരു പദ്ധതിയും. കൊല്ലം ജില്ലയിലെ ചവറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ മോണോസൈറ്റ്, ഇൽമനൈറ്റ് പോലുള്ള ധാതുമണൽ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിലൊന്നാണത്. 2026 സംസ്ഥാന ബജറ്റ് പ്രകാരം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ പേരിൽ ചരിത്ര ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥാപിക്കുന്നത്? ഉത്തരം പൊന്നാനി. ഇതോടൊപ്പം മറ്റു ചില സ്മാരകങ്ങൾ കൂടി വരുന്നുണ്ട്. കാവാരിക്കുളം കണ്ടൻകുമാരന് തിരുവനന്തപുരം നേമത്തും അയ്യാവൈകുണ്ഠസ്വാമിക്ക് തിരുവനന്തപുരത്തും സ്മാരകങ്ങൾ നിർമ്മിക്കും. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി ഓർത്തുവെക്കണം. കേരളത്തിലെ പോർച്ചുഗീസ് വിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്രമാണ് അതിൽ പറയുന്നത്. അടുത്തത് തിരുവനന്തപുരം CTCRI വികസിപ്പിച്ചെടുത്ത പ്രമേഹത്തെയും ഹൃദ്രോഗത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള പർപ്പിൾ നിറത്തിലുള്ള ചേംഗിനമേതാണ്? അതിന്റെ പേരാണ് ജാമുനി. ഈ പർപ്പിൾ നിറത്തിന് ഒരു കാരണമുണ്ട്. ആന്തോസയാനിൻ എന്ന വർണ്ണകത്തിന്റെ സാന്നിധ്യമാണത്. ഇത് ക്യാൻസറിനെതിരെയും പ്രതിരോധശേഷി നൽകാൻ സഹായിക്കും. CTCRI, അതായത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, 1963 തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ് സ്ഥാപിച്ചത്. കേരള സർക്കാർ അടുത്തിടെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി പ്രതിഭാസമേതാണ്? അത് കടലാക്രമണമാണ്. ഇതിലൂടെ മഴയില്ലാത്ത സമയങ്ങളിൽ പോലും വേലിയേറ്റം കാരണമുണ്ടാകുന്ന കടൽക്ഷോഭങ്ങൾക്ക് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് സഹായം നൽകാൻ സാധിക്കും. ഇന്ത്യയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെല്ലാം 2005 ദുരന്ത നിവാരണ നിയമം പ്രകാരമാണ് നടക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. 2026 ജാനുവരിയിലെ സുപ്രീം കോടതി വിധിപ്രകാരം സ്കൂൾ വിദ്യാർത്ഥിനികൾക്കുള്ള ആർത്തവകാല ആരോഗ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിന്റെ ഭാഗമായാണ് പ്രഖ്യാപിച്ചത്? വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണിത്. ഉത്തരം ആർട്ടിക്കിൾ 21. ആർത്തവ ശുചിത്വം എന്നത് സ്ത്രീകളുടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെയും അന്തസ്സിന്റെയും ഭാഗമാണെന്നാണ് കോടതി പറഞ്ഞത്. ആർത്തവ ശുചിത്വ സൗകര്യങ്ങളുടെ അഭാവം പെൺകുട്ടികളുടെ പഠനം മുടങ്ങാൻ കാരണമാകുന്നു എന്നും വിധിയിൽ പറയുന്നുണ്ട്. ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഏറ്റവുമധികം മത്സരങ്ങൾ വിജയിച്ച താരമെന്ന റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയതാരാണ്? അത് നൊവാക് ജോക്കോവിച്ചാണ്. ഫൈനലിൽ അദ്ദേഹത്തിന്റെ എതിരാളി സ്പെയിൻ താരം കാർലോസ് അൽക്കരാസ് ആയിരുന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിലെ 4 ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റുകളിൽ ആദ്യത്തേതാണ്. ഇനി നമുക്ക്